ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പുതിയ GST റേറ്റ്സ് ഇന്ത്യയിൽ പ്രാബല്യത്തിലെത്തുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതെന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം, വണ്ടികളിൽ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ്സ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. അതായത് മിക്ക കമ്പനി, ഞാനിപ്പോൾ ഇതിനകത്ത് 6-7 കമ്പനികളുടെ അതായത് പ്രൈസിൽ എന്തോരം വേരിയേഷൻ വന്നിട്ടുണ്ട്, ഓരോ വണ്ടികൾക്ക് എന്തോരം റേറ്റ് വെച്ച് കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. അതുപോലെ നേരത്തെ എത്രയായിരുന്നു ഈ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഈ കാറ്റഗറി ഓഫ് വണ്ടികളിൽ GST അപ്ലൈ ചെയ്തിരുന്ന, സെസ് അപ്ലൈ ചെയ്തിരുന്ന, അതുപോലെ ഇപ്പോൾ എത്രയാണ് അപ്ലൈ ആയിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചെറിയ കമ്പനികൾ മാത്രമല്ല, നമ്മൾ കുറച്ചുകൊണ്ട് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വണ്ടികളും അവരുടെയൊക്കെ വണ്ടികളിൽ എങ്ങനെയാണ് ഇത് വ്യത്യാസം വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് തന്നെ നോക്കാം. ഇതിലാദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരാൻ പോകുന്ന സബ് 4 മീറ്റർ വാഹനങ്ങൾക്കായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs-ന്. കാരണം ഇത്രയും കാലം അതിനൊക്കെ നല്ല വിലയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയെങ്കിലും കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കിവിടെ കാണാം, ഇപ്പം അപ് ടു 4 മീറ്റേഴ്സ്, അതായത് സബ് 4 മീറ്റർ വണ്ടികളിൽ 1200 cc താഴെ ഡിസ്പ്ലേസ്മെൻറ്റുള്ള പെട്രോൾ എഞ്ചിനും 1500 cc താഴെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റുള്ള ഡീസൽ എഞ്ചിൻസിനും ടാക്സ് കുറച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അത് 31% ആയിരുന്നു ഡീസലായിരുന്നെങ്കിൽ, 29% ആയിരുന്നു പെട്രോൾ ആയിരുന്നെങ്കിൽ. ഇപ്പോൾ 18%ലാണ് ഇത് രണ്ടും നിൽക്കുന്നത്. പെട്രോളിൽ 11%ഉം ഡീസലിൽ 13% വരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഡീസൽ നേരത്തെ സെസ് അപ്ലൈ ആയിക്കൊണ്ടിരുന്ന 3% ആയിരുന്നു, പെട്രോൾ 1% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രണ്ടിലും സെയിം GST ടാക്സ് മാത്രമേ അപ്ലൈ ആവുന്നുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ 1500 cc ഡിസ്പ്ലേസ്മെൻറ്റ് വരെ വരുന്ന വണ്ടികളാണ്. അതിപ്പോൾ സബ് 4 മീറ്റർ ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം ഏകദേശം കണക്കാണ്. 45% വരെ ആയിരുന്നു നേരത്തെ ടാക്സ് അപ്ലൈ ആയിക്കൊണ്ടിരുന്നത് വിത്ത് സെസ്. ഇപ്പോൾ അത് 40% ആയിട്ടുണ്ട്. സോ 5% ടാക്സ് അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി 1500 cc മുകളിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള വണ്ടികളായിരുന്നെങ്കിൽ നേരത്തെ 48% ആയിരുന്നു സെസ്സും നമ്മുടെ GST കൂടെ ആയിട്ട് അപ്ലൈ ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അഗൈൻ 40% ആയിട്ടുണ്ട്. സോ 8% അവിടെ കുറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ 170 മില്ലിമീറ്റേഴ്സിന് മുകളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള 4 മീറ്റേഴ്സിന് മുകളിലുള്ള വണ്ടികൾ, അതും 1500 cc മുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന എഞ്ചിനുള്ള വാഹനങ്ങളുടെ കേസാണ്. 50% ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫോർച്യൂണർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ 50% ആയിരുന്നു. ഇപ്പോൾ അത് 40%ലേക്ക് പിന്നെയും വന്നിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ നമുക്കൊരു 18%ഉം 40%ഉം ആണ് ഇവിടെ മിക്ക വണ്ടികളും കാണാൻ പറ്റുന്നത്. ഇലക്ട്രിക് വണ്ടികളാണെങ്കിൽ 5% ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഏതായാലും ഹൈബ്രിഡ് വാഹനങ്ങളുടെ കേസിലും പ്രത്യേകിച്ച് വലിയൊരു ഗുണമൊന്നും വന്നിട്ടില്ല. കാരണം ഇലക്ട്രിക്കിൽ 5% ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഹൈബ്രിഡിലും 5% ആക്കാമായിരുന്നു. ഇതിപ്പോൾ ഏറ്റവും കുറവ് ഗുണം വന്നിരിക്കുന്ന ഹൈബ്രിഡ് വണ്ടികളാണ്. ഇപ്പോൾ 4 മീറ്റേഴ്സ് സബ് 4 മീറ്റർ വണ്ടികൾ എടുക്കുകയാണെങ്കിലും, അതുപോലെ 1200 cc ഡിസ്പ്ലേസ്മെൻ്റ് വരെയുള്ള പെട്രോൾ, 1500 cc വരെയുള്ള ഡീസൽ, അതിന് നേരത്തെ 28% ആയിരുന്നു. അതിപ്പോൾ 18% ആക്കിയിട്ടുണ്ട്, 10% കുറച്ചു. പക്ഷേ അങ്ങനത്തെ വണ്ടികളൊന്നും നമുക്കിവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി അബോവ് 4 മീറ്റർ കാറ്റഗറിയിലേക്ക് പോകുകയാണെങ്കിൽ, അതുപോലെ 1200 cc മുകളിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പെട്രോൾ എഞ്ചിനും 1500 cc ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലുള്ള ഡീസൽ എഞ്ചിനും ആണെങ്കിൽ നേരത്തെ 43% ആയിരുന്നു. അതിപ്പോൾ 40% ആയി. വെറും 3% വ്യത്യാസമുള്ളൂ. അതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, റൈഡർ, സിറ്റി, HEV അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നത്. സോ അതിനൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഇത്രയാണ് GST റേറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ഇനി ഓരോ കമ്പനികളുടെയും വണ്ടികളിൽ എന്തൊക്കെയാണ് ടാക്സ് അപ്ലൈ ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 18% GST അപ്ലൈ ആവുന്ന മാരുതിയുടെ മിക്ക സബ് 4 മീറ്റർ വണ്ടികളാണ്. പക്ഷേ ബ്രസ അതിൽ ഇൻക്ലൂഡഡ് അല്ല. കാരണം ബ്രസയിൽ 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് അതിൽ 40% ആയിരിക്കും GST അപ്ലൈ ആവുന്നത്. ഫ്രോൺസിൽ നന്നായിട്ട് വില കുറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കി സബ് 4 മീറ്റർ SUVs മിക്കതിനും വില കുറയും. പക്ഷേ ബ്രസയ്ക്ക് അധികം കുറയില്ല എന്നുള്ളത് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് അല്ലാതെ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മിക്കവാറും ഇപ്പോൾ ഒരു പ്രസൈഡ് എഞ്ചിൻ മാറ്റേണ്ടി വരും. ഏതായാലും മഹീന്ദ്രയുടെ മിക്ക വണ്ടികളും നമുക്ക് അതായത് 40% GSTയുടെ ബ്രാക്കറ്റിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ EVs-ന് ജസ്റ്റ് 5% ആയതുകൊണ്ട് അത് മാത്രം വ്യത്യാസമുണ്ട്. 3XO മാത്രമേ 18% ബ്രാക്കറ്റിൽ വരുന്നുള്ളൂ. ഹ്യുണ്ടായുടെയും നമുക്ക് കാണാം ഇവിടെ മിക്ക വാഹനങ്ങളും. അതുപോലെ ടാറ്റയുടെയും കർവ്, ഹാരിയർ, സഫാരി, ഇതൊഴികെ ബാക്കിയെല്ലാം അതായത് 18%ഉം 5% ഒക്കെയാണ്. ബാക്കി കമ്പനികളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഏതായാലും സ്കോഡ ഫോക്സ്വാഗൻ്റെ കേസിൽ കൈലാക്ക് മാത്രം അവർക്ക് 18% കിട്ടുന്നൊരു വണ്ടി അവസാനം വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ വാഹനങ്ങളും 40% ബ്രാക്കറ്റിലാണ് വീഴുന്നത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ സ്കോഡ ഇതുവരെ കൈലാക്കിൽ എന്തോരം പ്രൈസ് കട്ട് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ വണ്ടികളുടെയും പ്രൈസ് കട്ട് അവർ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ കുഷാക്ക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് 66,000 വരെയാണ് GST കാരണം ഓഫർ വരുന്നത്. സ്ലാവിയയിൽ 63,000 വരെയാണ്. അതുപോലെ നമ്മുടെ കോഡിയാക്കിൽ 3.3 lakhs വരെയുള്ള GST ഓഫർ കട്ട് വന്നിട്ടുണ്ട്. ഇനി അതല്ലാതെ അഡീഷണൽ ഓഫേഴ്സ് 2.5 lakhs, 1.2 lakhs, 2.5 lakhs അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ GST നിരക്കുകളെല്ലാം അപ്ലൈ ആവുന്ന സെപ്റ്റംബർ 22 മുതലായിരിക്കും. സോ അപ്പോഴായിരിക്കും വണ്ടികളുടെ വില ഡയറക്റ്റായിട്ട് കുറഞ്ഞ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസിൽ കാണാൻ പറ്റുന്നത്. ഇനി കൈലാക്കിൻ്റെ കേസിൽ അവർ വില ഇതുവരെ പറയാത്തത് മിക്കവാറും ആ വണ്ടി ഓൾറെഡി നല്ല കോമ്പറ്റീറ്റീവ്ലി പ്രൈസ്ഡ് ആണ്. ചിലപ്പം അതുകൊണ്ടായിരിക്കും. ഇനിയിപ്പോൾ GST കൂടെ കുറച്ച് ഇത്തിരി ലാഭം നമ്മളും കൂടെ എടുത്തിട്ട് ബാക്കി വില പറയുമെന്ന് വിചാരിച്ച് കാണും.
ഇനി മൊത്തത്തിലുള്ള വാഹനങ്ങളിൽ എങ്ങനെയാണ് ഈ ഒരു പ്രൈസ് ഡിഫറൻസിൽ പ്രൈസ് കുറയാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 4.2 to 4.4 മീറ്റേഴ്സ്, അതായത് നമ്മുടെ അബവ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വിസ് ഓർ മിഡ് സൈസ് എസ് യു വിസ് എന്ന് പൊതുവെ പറയുന്ന ആ ഒരു വാഹനങ്ങളിൽ 40% ആയതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ക്രെറ്റ പെട്രോൾ അതിനൊക്കെ 75,000 to 1,39,000 വരെയാണ് പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. ക്രെറ്റ ഡീസൽ ആണെങ്കിൽ 84,000 മുതൽ 1,39,000 വരെയാണ് അതിന് വില കുറഞ്ഞിരിക്കുന്നത്. അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയുടെ പെട്രോളിൽ 76,000 മുതൽ 1.3 ലക്ഷം രൂപ വരെ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൈബ്രിഡിൽ 36,000 മുതൽ 52,000 രൂപ വരെ മാത്രമേ വില കുറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 43 നിന്ന് ജസ്റ്റ് 40%ലേക്ക് ടാക്സ് കുറഞ്ഞിട്ടുള്ളൂ. അത് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ സെഡാൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ അവിടെയും നമുക്ക് 40% ആണ് ഇപ്പോൾ വരുന്ന ടാക്സ്. അതുകൊണ്ട് തന്നെ സിറ്റി പെട്രോളും 43 to 57,000 വരെയും, സിറ്റിയുടെ ഹൈബ്രിഡിൽ 42,000 വരെയാണ് വില കുറഞ്ഞ് കാണാൻ സാധിക്കുന്നത്. ഇനി 4.5 മീറ്റേഴ്സിന് മുകളിലുള്ള എസ് യു വിസ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബാക്കി വണ്ടികൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ XUV 700 പെട്രോളിൽ 97,000 മുതൽ 1,57,000 വരെയുള്ള ഡിസ്കൗണ്ടും, ഡീസലാണെങ്കിൽ 1 lakh മുതൽ 1,58,000 വരെയുള്ള ഡിസ്കൗണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ ക്രിസ്റ്റ ഡീസലിൽ 1,34,000 മുതൽ 1,82,000 വരെയുള്ള ഡിസ്കൗണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഹൈക്രോസ് എടുക്കുകയാണെങ്കിൽ അഗൈൻ ഹൈബ്രിഡ് ആണല്ലോ, അതുകൊണ്ട് 56,000 മുതൽ 68,000 വരെയുള്ള ഓഫറേ ഉള്ളൂ. ഇനി ഫോർച്യൂണറിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. 2,45,000 മുതൽ 3,49,000 രൂപ വരെയുള്ള ഡിസ്കൗണ്ട് അതിൽ വന്നിട്ടുണ്ട്. ഇനി മിക്ക പ്രമുഖ കമ്പനികളുടെയും GST റേറ്റ് കുറയുമ്പം എത്രയൊക്കെയാണ് വണ്ടികളുടെ വില കുറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ മാരുതിയുടെ എൻട്രി ലെവൽ വണ്ടിയായ ഓൾട്ടോ കേട്ടന് 40,000 രൂപ കുറയും, വാഗണാറിൽ 57,000 രൂപ കുറയുന്നു, സ്വിഫ്റ്റിൽ 58,000 രൂപ, ഡിസയറിൽ 61,000 രൂപ, ബലേനോയിൽ 60,000, ഫ്രോങ്സിൽ അഗെയിൻ 68,000 രൂപ വരെ ഇപ്പോൾ ഇവിടെ കുറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ബേസ് മോഡലാണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടെ വില കുറയാൻ സാധ്യതയുണ്ട്. ഈ മാരുതി സുസുക്കിയുടെ ലിസ്റ്റിൽ നമുക്ക് ബേസ് മോഡൽ വണ്ടികളുടെ റേറ്റാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. സോ അതിനനുസരിച്ചാണ് GST പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടികളുടെ റേറ്റ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് വേരിയൻസ് മാറില്ല. അപ്പോൾ ഉയർന്ന വേരിയൻസിലേക്ക് പോകുമ്പം അതിൽ അപ്ലൈ ചെയ്യുന്ന GST കട്ടും കൂടുതലായിരിക്കും. അതായത് അത്രയും വില നമ്മുടെ ഉയർന്ന വേരിയൻറ്റുകളിൽ കുറയും. ഓക്കെ, ഇനി ഇതാണ് മാരുതിയുടെ കേസ്. ബാക്കി കമ്പനികളിലേക്ക് പോകുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ കാര്യത്തിൽ 73,000 രൂപ വരെ ഗ്രാൻഡായിട്ട് ന്യൂസിൽ വില കുറയുന്നുണ്ട്. 78,000 വരെ ഓറയിലും എക്സ്റ്ററിൽ 90,000 രൂപ അടുത്ത് വരെ വില കുറയുന്നുണ്ട്. i20യിലും i20 എൻലൈനിലും 98,000 മുതൽ 1,08,000 രൂപ വരെ വില കുറയുന്നുണ്ട്. വെന്യൂ അഗൈൻ സബ് 4 മീറ്റർ SUV ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം 1,24,000 വരെയുള്ള വില അതിൽ കുറയുന്നുണ്ട്. ബെർണ സെഡാൻ ആയതുകൊണ്ട് 60,000 രൂപ വരെ വില കുറയുന്നുള്ളൂ. ഇനി ക്രെറ്റയിൽ 72,000 വരെ കാണാൻ പറ്റുന്നുള്ളൂ പ്രൈസ് കട്ട്. കാരണം 45 നിന്ന് 40% മാത്രമേ GST കട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എൽക്കസാറിലും 75,000 ഉള്ളൂ. ട്യൂസോണിൽ ഏതായാലും 2,40,40,000 വരെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ടാറ്റയാണ്. അവർ സ്വന്തമായിട്ട് പൈസയൊന്നും എടുക്കുന്നില്ല. GSTയിൽ വന്നിരിക്കുന്ന എല്ലാ കട്ടും കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കും എന്നൊക്കെ കൊട്ടിഘോഷിച്ച് സംഭവം പ്രൈസസ് ഒക്കെ പുതിയതായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ടിയാഗോയുടെ പ്രൈസ് 75,000 രൂപ വരെയും ടിഗോറിന് 80,000 രൂപ വരെയും കുറയുന്നുണ്ട്. അൾട്രോസിൽ 1,10,000 വരെയും, പഞ്ചിൽ 85,000 രൂപ വരെയും വിലക്കുറവ് വരുന്നുണ്ട്. നെക്സോണിൽ വളരെ നല്ല ഡീലാണ്, 1,55,000 രൂപ വരെ വില കുറയുന്നുണ്ട്. പിന്നെ കർവ് 60,000 ഉള്ളൂ. കാരണം അഗെയിൻ മിഡ് സൈസ് SUV അല്ലെങ്കിൽ അബവ് 4 മീറ്റർ കൂപ്പ SUV ആണല്ലോ. ഹാരിയറിൽ 1,40,000, സഫാരിയിൽ 1,40,000 രൂപ വരെയാണ് വില കുറയുന്നത്. സോ ടാറ്റയുടെ കാര്യം എന്തായാലും കൊള്ളാം. ഇനിയിപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസ് കട്ട് നമുക്ക് ഇതിൽ നിന്ന് കാണാം. ടാറ്റ ചെയ്യുമ്പോൾ പിന്നെ മഹീന്ദ്രയ്ക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. മഹീന്ദ്രയും ഫുൾ GST ബെനിഫിറ്റ്സ് എല്ലാം കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത്. ബാക്കി കമ്പനികളെല്ലാം സെപ്റ്റംബർ 22-ന് GST പുതിയ നമ്മുടെ ഈ റേറ്റ് ഇംപ്ലൈ ആവുന്ന സമയത്ത് വില കുറയ്ക്കുമെന്ന് പറഞ്ഞപ്പം മഹീന്ദ്ര സെപ്റ്റംബർ 6 മുതൽ വില കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതായാലും വില ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുറയും. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ബൊലേറോ നിയോയിൽ 1.27 lakhs, XUV 3XOയിൽ 1.4 lakhs വരെ പെട്രോളിൽ, ഡീസലാണെങ്കിൽ 1.56 lakhs വരെ വില കുറഞ്ഞിട്ടുണ്ട്. അഗെയിൻ വളരെ നല്ലതാണ്. താറിൻ്റെ 2 വീലർ ഡ്രൈവ് മോഡൽ 1.5 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 1.35 lakhs വരെ അതിൽ വില കുറഞ്ഞിട്ടുണ്ട്. 4 വീൽ ഡ്രൈവ് ആണെങ്കിൽ 1 lakh വരെ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ ബാക്കി നിങ്ങൾക്ക് കാണാം താർ റോക്സിൽ 1.33 lakhs, XUV 700 ആണെങ്കിൽ 1.43 lakhs വരെയൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. സ്കോർപിയോനിൽ 1.45 lakhs വരെ വില കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ടൊയോട്ടയാണ്. എഗെയിൻ ഇവരുടെ മിക്ക വണ്ടികളും റീബാസ്റ്റ് വണ്ടികളായതുകൊണ്ട് ഒരുപാട് പറയാനൊന്നുമില്ല. പക്ഷേ ബാക്കി നിങ്ങൾക്ക് കാണാം. നമുക്ക് ലെജൻഡറിൽ 3,34,000 വരെയും, നോർമൽ ഫോർച്യൂണറിൽ 3,49,000 രൂപ വരെയും, ഹൈലക്സിൽ 2,52,000 രൂപ വരെയും വില കുറഞ്ഞിട്ടുണ്ട്. ക്യാമറി, വെൽഫെയർ ഇതൊക്കെ ഹൈബ്രിഡ് ആയതുകൊണ്ട് അധികം വില കുറഞ്ഞിട്ടില്ല. 1,100,000 രൂപ വരെ ക്യാമറയിലും 2,78,000 രൂപ വരെയാണ് വെൽഫെയറിൽ കുറഞ്ഞിരിക്കുന്നത്. ഹൈക്രോസിൽ 1,10,000 രൂപ വരെ മാക്സിമം വില കുറഞ്ഞായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഹൈറൈഡറിൽ 65,000 രൂപയുള്ളൂ, റൂമിയോണിൽ 48,000, ടൈസറിൽ 1,11,000. ഇത് ഫ്രോങ്സ് ആണല്ലോ ബേസിക്കലി. സോ ടോപ്പ് ആൻഡ് വേരിയൻസിലേക്ക് വരുമ്പം ഫ്രോങ്സിലാണെങ്കിലും നമുക്ക് ഈ പറയുന്ന 1,11,000 വരെയുള്ള ഡിസ്കൗണ്ടും കാണാം. ഗ്ലാൻസയിൽ 85,000 രൂപ വരെയാണ് വില കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നോർമൽ ബ്രാൻഡ്സിൽ വരുന്ന റേറ്റ്. ഇനിയിപ്പം കുറച്ച് പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡ്സിലേക്ക് പോകുകയാണെങ്കിൽ BMW, മെർസിഡീസിൻ്റെ ഒക്കെ വാഹനങ്ങളിൽ വരുന്ന പ്രൈസ് കട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. 10 ലക്ഷം രൂപ ഓർ 9 ലക്ഷം രൂപ വരെയൊക്കെ BMWൻ്റെ X7-ൽ പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മെർസിഡീസിൻ്റെ ആണെങ്കിലും S450 അതായത് S ക്ലാസ്സിൽ 11 lakhs വരെയുള്ള പ്രൈസ് കട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽഡ് പ്രൈസ് കട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. സോ നിങ്ങൾ നോക്കിയാൽ മതി.
സോ ഇത്രയൊക്കെയാണ് വണ്ടികളുടെ റേറ്റിലും അതുപോലെ തന്നെ നമ്മുടെ GST റേറ്റിലും വന്നിരിക്കുന്ന വ്യത്യാസം. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. അഗൈൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ് 4 മീറ്റർ SUVസിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ അവരുടെ പ്രൈസ് വളരെ കൂടുതലായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് അബവ് 4 മീറ്റർ SUVസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് 1-2 ലക്ഷം രൂപയൊക്കെ കൂടുതലിട്ടാൽ തന്നെ അബവ് 4 മീറ്റർ SUVs കിട്ടുമായിരുന്നു. ഇനി എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. സബ് 4 മീറ്റർ SUVസും അബവ് 4 മീറ്റർ SUVസും തമ്മിൽ നല്ലൊരു വേരിയൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-4 ലക്ഷം രൂപയുടെ അടുത്തെങ്കിലും നമ്മൾ അഡീഷണൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് മറ്റുള്ള അബവ് 4 മീറ്റർ SUVs ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സത്യം പറഞ്ഞാൽ അതിനാണ് ഏറ്റവും കുറവ് ബെനിഫിറ്റ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. അബവ് 4 മീറ്റർ SUVസോ സെഡാൻസോ അത് ഏതെങ്കിലും ആയിക്കോട്ടെ, കുറച്ചും കൂടെ വലിയ വണ്ടികളായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് GST പെർസെൻറ്റേജ് 5% 8% ഒക്കെയാണ് വന്നിരിക്കുന്നതെങ്കിലും പ്രൈസ് കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ച് പെർസെൻറ്റേജിൽ നല്ല വ്യത്യാസം വരും. ഇത് പക്ഷേ വണ്ടിക്ക് വിലയും കുറവാണ്. 20 lakhsന് താഴെ എക്സ്ഷോറും വരികയും ചെയ്യും. ആകെപ്പാടെ 3-5% കുറഞ്ഞിട്ടുള്ളൂ. ഹൈബ്രിഡ് വണ്ടികൾക്കാണ് ഏറ്റവും മോശം അവസ്ഥ, ജസ്റ്റ് 3% കുറഞ്ഞിട്ടുള്ളൂ. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സ്റ്റേജ് ചെക്കൗട്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.